ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 സോഷ്യോളജിയുടെ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസ് ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ. സോ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ 6-ാമത്തെയും 7-ാമത്തെയും ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നുണ്ട്. സോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 6-ാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. ആഗോളവൽക്കരണവും സാമൂഹിക മാറ്റവും, അല്ലെങ്കിൽ എന്താ ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഗ്ലോബലൈസേഷൻ്റെ ചാപ്റ്ററാണ്, എല്ലാവരും എടുത്തു വെച്ചേക്കാം. ഇവിടെ ആദ്യമേ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്താണ് എന്നുള്ളത് ഡെഫിനേഷൻ നമ്മളെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഇത് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, 1 വേർഡിനും അത് മാത്രമല്ല 2 മാർക്സിൻ്റെ ഇതിലും അല്ല 4 മാർക്ക് 5 മാർക്ക് ഷോർട്ട് എസ്സേ ആയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ളത്, ആഗോളവൽക്കരണം എന്താണെന്നുള്ളത് ഡെഫിനേഷൻ പറയുന്നുണ്ട്. സോ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം പഠിക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അടുത്തത്, ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ, ദ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 8 മാർക്കിന് എസ്സേക്ക് റെയറായിട്ട് ചോദിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതെവിടെ ചോദിക്കുമെന്നറിയോ, നമ്മുടെ ഷോർട്ട് എസ്സേ ചോദ്യം ഉണ്ടല്ലോ, 5 മാർക്കിനോ 4 മാർക്കിനോ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് എന്തായാലും എല്ലാവരും പഠിക്കുക. ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ. ഇതിനകത്ത് 5 കാര്യങ്ങളുണ്ട്. ഉദാരവൽക്കരണത്തിൻ്റെ സാമ്പത്തിക നയം, ദ എക്കണോമിക് പോളിസി ഓഫ് ലിബറലൈസേഷൻ, ഇതാണ് 1-ാമത്തെ സബ് ടോപ്പിക്ക്. അടുത്ത് 2-ാമത് ഇതിനകത്ത് എഴുതേണ്ട ഒരു സബ് ടോപ്പിക്കാണ് രാജ്യാന്തര കോർപ്പറേഷനുകൾ, ദ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ്, TNCസിനെ പറ്റിയിട്ട്. 3-ാമത് എഴുതേണ്ടത് ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ, ഇലക്ട്രോണിക് എക്കോണമിയെ പറ്റിയിട്ട് എഴുതുക. 4-ാമത് ഭാരരഹിത സമ്പദ് വ്യവസ്ഥ അഥവാ ജ്ഞാന സമ്പദ് വ്യവസ്ഥ, ദ വെയ്റ്റ്ലെസ് എക്കോണമി, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോളജ് എക്കോണമി എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് എഴുതേണ്ട സബ് ടോപ്പിക്കാണ്. 5-ാമത് ധനകാര്യത്തിൻ്റെ ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ ഓഫ് ഫിനാൻസസ്. അപ്പോൾ ഈ 5 സബ് ടോപ്പിക്കുകളും ചേർത്ത് എഴുതുമ്പോഴാണ് ഈ 5 കാര്യങ്ങളുമാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ വിവിധ മാനങ്ങളായിട്ട്, ഡയമെൻഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇത് ഷോർട്ട് എസ്സേ ചോദ്യമാണ്, എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കുക. മിക്കവാറും ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറയുക, അതിപ്പോൾ എസ്സേക്ക് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുക. അതായത് ഗ്ലോബലൈസേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറയും, എന്നിട്ട് അടുത്ത പറയും ഗ്ലോബലൈസേഷൻ്റെ വിവിധ ഡയമെൻഷൻസ് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഡെഫിനേഷനും ഈ ഡയമെൻഷൻസും ഒക്കെ ഒരുമിച്ചാണ് നമുക്ക് ചോദിക്കുന്നത്. അതായത് ഗ്ലോബലൈസേഷൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെ നിർവചനവും അത് മാത്രമല്ല ഗ്ലോബലൈസേഷൻ്റെ മീൻസ് ആഗോളവൽക്കരണത്തിൻ്റെ വിവിധ മാനങ്ങളും എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ടോ എസ്സേ ആയിട്ടൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഗ്ലോബലൈസേഷൻ്റെ ഡെഫിനേഷൻ പഠിക്കുക, പിന്നെ ഈ വിവിധ ഡയമെൻഷൻസും പഠിക്കുക. ഇനി ഡയമെൻഷൻസ് മൊത്തത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളവിടെ 5 ടോപ്പിക്സുകൾ പറഞ്ഞില്ല, 5 സബ് ടോപ്പിക്കുകൾ പറഞ്ഞല്ലോ, ഇതിൽ ഏതെങ്കിലുമൊക്കെ 1-2 സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറയാറുണ്ട്, അതായത് ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ. അതുപോലെ തന്നെ നോളജ് എക്കോണമി, ഓക്കെ, അല്ലെങ്കിൽ വെയ്റ്റ്ലെസ് എക്കോണമീനെ പറ്റിയിട്ട് സെപ്പറേറ്റ്ലി ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോവുക, എങ്ങനെ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ്. നോക്കൂ, ഇവിടെ കാണുന്നുണ്ടോ ഡിജിറ്റൽ ഡിവൈഡ്, ഡിജിറ്റൽ വിഭജനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഡിജിറ്റൽ ഡിവൈഡ്, ഡിജിറ്റൽ വിഭജനം. ഇതൊരു 2 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തോട്ടാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഏകാത്മകതയും സംസ്കാരത്തിൻ്റെ ആഗോള പ്രാദേശികരണവും. അതായത് ഹോമോജീനൈസേഷൻ വേഴ്സസ് ഗ്ലോക്കലൈസേഷൻ ഓഫ് കൾച്ചർ. ശ്രദ്ധിക്കുക, ഗ്ലോക്കലൈസേഷൻ ഓഫ് കൾച്ചർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു 4 മാർക്കിനോ 5 മാർക്കിനോ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ, ഈ ഒരു ഹോമോജീനൈസേഷൻ വേഴ്സസ് ഗ്ലോക്കലൈസേഷൻ ഓഫ് കൾച്ചർ. അല്ലെങ്കിൽ എന്താണ് ഗ്ലോക്കലൈസേഷൻ ഓഫ് കൾച്ചർ എന്ന് മാത്രമായിട്ട് 2 മാർക്കിനോ അങ്ങനെ ഡെഫിനേഷൻ എഴുതാനായിട്ടും 1 മാർക്കിൻ്റെ ലെവലിൽ ഡെഫിനേഷൻ തന്നിട്ട് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ മാറിയും തിരിച്ചുമൊക്കെ ചോദിക്കാറുണ്ട്. ഈ ടോപ്പിക്കും എല്ലാവരും നോക്കിയിട്ട് പോവുക. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന 2 കുഞ്ഞു ടോപ്പിക്കുകളാണ്. നോക്കൂ, കൾച്ചർ ഓഫ് കൺസെപ്ഷൻ, ഉപഭോഗ സംസ്കാരം എന്താണ്, അതുപോലെ തന്നെ ഓക്കെ ഇത് നോക്കി വെച്ചോളൂ, ഉപഭോഗ സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ ഓഫ് കൺസെപ്ഷൻ. പിന്നെ എന്താണെന്നറിയോ, കോർപ്പറേറ്റ് കൾച്ചർ.
ഞാൻ കാണിച്ചു തരാം കേട്ടോ. കോപ്പറേറ്റ് കൾച്ചർ അല്ലെങ്കിൽ കോപ്പറേറ്റ് സംസ്കാരം. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടി എല്ലാവരും എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഇതും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, കൾച്ചർ ഓഫ് കൺസെപ്ഷനും കോപ്പറേറ്റ് കൾച്ചർ എന്താണെന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം എന്താണെന്നുള്ളതും പഠിക്കണം. ഗ്ലോബലൈസേഷന് വിവിധ ഡയമെൻഷൻസ്, വിവിധ മാനങ്ങൾ, 5 സബ് ടോപ്പിക്സുകളും പഠിക്കണം. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിനകത്തെ. ബാക്കി പറഞ്ഞതും എല്ലാവരും ഒന്ന് കവർ ചെയ്തിട്ട് പോവാം. ഇത്രയും ചോദ്യങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചിട്ട് വേണം ബാക്കിയുള്ള ടോപ്പിക്സുകളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇത്തരത്തിൽ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് 7ാമത്തെ ചാപ്റ്ററിൻ്റെ കൂടെ പെട്ടെന്നൊന്ന് നോക്കാം. ബഹുജന മാധ്യമങ്ങളും വിനിമയങ്ങളും എന്ന് പറയുന്നതാണ് നമ്മുടെ അടുത്ത പാഠം എന്ന് പറയുന്നത്. അത് മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അല്ലേ. മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യം എന്താണ് മാസ് മീഡിയ, എന്താണ് ബഹുജന മാധ്യമങ്ങൾ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഡെഫിനേഷനായിട്ട് എഴുതാൻ ചോദിക്കാറുണ്ട്. സോ എന്താണ് മാസ് മീഡിയ അല്ലെങ്കിൽ ബഹുജന മാധ്യമങ്ങൾ, ഏത് എന്താ പറയുക മാധ്യമങ്ങളെയാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്, അതെന്താണ് മാസ് മീഡിയ എന്നുള്ളത് ഡെഫിനേഷൻ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വയ്ക്കുക. അത് നമുക്ക് എന്താണ് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ നോക്കൂ, ഇത് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അതായത് ആദ്യമേ എവിടെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ബഹുജന മാധ്യമങ്ങൾ, മാസ് മീഡിയ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ മീൻസ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യക്കകത്തെ മാസ് മീഡിയനെ പറ്റിയിട്ടാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നത്. അതായത് ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യക്കകത്തെ റേഡിയോനെ പറ്റിയിട്ട്, റേഡിയോ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ച് പോയിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല എന്താണ് ടെലിവിഷൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ എന്തിനെ പറ്റി പറയുന്നുണ്ട്, നമ്മുടെ പ്രിൻ്റ് മീഡിയ അല്ലെങ്കിൽ അച്ചടി മാധ്യമത്തെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ മാസ് മീഡിയ ആണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതായത് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ മാസ് മീഡിയ, ബഹുജന മാധ്യമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്, റേഡിയോ, അത് മാത്രമല്ല ടെലിവിഷൻ, മറ്റേ TV, പിന്നെന്താ പ്രിൻ്റ് മീഡിയ അല്ലെങ്കിൽ അച്ചടി മാധ്യമം. ഇത് മൂന്നും നമ്മളുടെ അടുത്ത് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ സ്വതന്ത്ര മീൻസ് മാസ് മീഡിയനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇത് മൂന്നും ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്താണ് ഗ്ലോബലൈസേഷൻ ആൻഡ് മീഡിയ. ഇതാണ് നമുക്ക് 8 മാർക്കിന് നമുക്ക് പബ്ലിക് എക്സാമിന് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്ത് എസ്സേക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്ക്, 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി, അതായത് ആഗോളവൽക്കരണം വന്നതോടുകൂടി ഈ മീഡിയയിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ചടി മാധ്യമം അല്ലെങ്കിൽ പ്രിൻ്റ് മീഡിയയിലുള്ള മാറ്റത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഗ്ലോബലൈസേഷൻ വന്നത് കാരണം നമ്മുടെ എന്താണ് ടെലിവിഷനിലുണ്ടായ മാറ്റത്തെ പറ്റിയിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതാക്കണ്ടോ, ടെലിവിഷനിലുണ്ടായ മാറ്റം, ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം വന്നതിനെ തുടർന്ന് ടെലിവിഷനിലുണ്ടായ മാറ്റം പറയുന്നുണ്ട്. പിന്നെ എന്താണ് റേഡിയോയിലെ മാറ്റങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ടോപ്പിക്സും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്, അതാണ് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞത്. 2 ടോപ്പിക്സാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. ഏതാണ് മെയിൻ ടോപ്പിക്കുകളായിട്ട് പറഞ്ഞത്, അതായത് മാസ് മീഡിയ എന്താണെന്നുള്ളത് നമ്മൾ ഡെഫിനേഷൻ പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ മാസ് മീഡിയനെ പറ്റിയിട്ട്, സ്വതന്ത്ര ഇന്ത്യയിലെ ബഹുജന മാധ്യമങ്ങളെ പറ്റിയിട്ട് പഠിക്കണം. അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ സമയത്തുള്ള ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ആ ഒരു പീരീഡിലുള്ള റേഡിയോ, ടെലിവിഷൻ, പ്രിൻ്റ് മീഡിയ, അതായത് അച്ചടി മാധ്യമം, ഇത് മൂന്നും എങ്ങനെയായിരുന്നു എന്നുള്ളത് അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി ഏറ്റവും അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 8 മാർക്കിന് എസ്സേക്ക് ചോദിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്ക്, അതായത് ഗ്ലോബലൈസേഷൻ ആൻഡ് മാസ് മീഡിയ. ഓക്കെ, അതായത് ആഗോളവൽക്കരണവും ബഹുജന മാധ്യമങ്ങളും എന്ന് പറയുന്നത്. അതായത് ആഗോളവൽക്കരണം വന്നതിന് ശേഷം ഈ റേഡിയോയിലും ടെലിവിഷനിലും അച്ചടി മാധ്യമം അല്ലെങ്കിൽ പ്രിൻ്റ് മീഡിയയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് എടുത്തൊന്ന് ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിലൊന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, വേറെ ഡൗട്ടൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്ക് ഗ്ലോബലൈസേഷൻ കാരണം മാസ് മീഡിയയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, റേഡിയോയിലും ടെലിവിഷനിലും പ്രിൻ്റ് മീഡിയയിൽ എന്ത് മാറ്റം വന്നു എന്നുള്ളത്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് 8 മാർക്കിന് എസ്സേക്ക് ചോദിക്കാറുണ്ട്. അഥവാ ഇനി എസ്സേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഗ്ലോബലൈസേഷൻ കാരണം റേഡിയോയിൽ വന്ന മാറ്റം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ റേഡിയോനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, ആഗോളവൽക്കരണം വന്നത് കാരണം റേഡിയോയിൽ എന്ത് സ്വാധീനം ഉണ്ടായി, ആ രീതിക്ക് ഏതെങ്കിലും ഒരെണ്ണമായിട്ടുമൊക്കെ ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ടോപ്പിക്സുകൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ഇതിനകത്തുനിന്ന് ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ഉറപ്പായിട്ടും ഷുവറായിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്രയും നോക്കിയിട്ട് പോവുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.